ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴിയുടെ കിഴി റിയാക്ഷൻ ആണ്. അജഗജാന്തരം എന്ന സിനിമയുടെ ട്രെയിലർ എത്തിയിട്ടുണ്ട്. ടീനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത് നമ്മുടെ പെപ്പെ നായകനായി ഒരു വലിയ താരനിര തന്നെ അണിനിരക്കുന്ന ഒരു സിനിമയാണ് അജഗജാന്തരം. അജഗജാന്തരം അതായത് പേര് തന്നെ വെറൈറ്റിയാണ്. ഒരു ഒറ്റക്കൊമ്പനാണ് എപ്പോഴും ഇവരുടെ പോസ്റ്ററിൽ ഉണ്ടാവുക. അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ ട്രെയിലറിൽ എന്താ നോക്കണ്ടേ? ഇതൊരു ഒറ്റക്കൊമ്പനാവോ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? നോക്കാം. അപ്പൊ നമുക്ക് ട്രെയിലർ കാണാം. പൊട്ടിപ്പൊരിച്ചിട്ടുണ്ടോ? അടിപൊളി. ഒരു ഉത്സവത്തിന്റെ അതേ മൂഡ്, ഒരു രക്ഷയില്ല. ഒരു ഉത്സവത്തിന്റെ ഒരു മൂഡ് അല്ലെ? പൂരം കൊടിയേറി മക്കളെ. അതെ, എന്തോ ഒരു സ്റ്റാർട്ടിങ് മുതലേ ട്രെയിലറിന്റെ സ്റ്റാർട്ടിങ് പൂരത്തിന്റെ ആ ഒരു എന്താ എല്ലാ ഒരു പൊട്ടിപ്പൊരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ട്രെയിലറിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉണ്ട്. അതെ. പിന്നെ ഒരുപാട് ക്രൗഡ് ക്രൗഡാണല്ലോ ഉത്സവം അല്ലെങ്കിൽ ആളുകളുടെ ഒരു തിക്കും തിരക്കും അത് ശരിക്കും കാണുന്നുണ്ട്. അതെ. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ, ഓരോ കൂട്ടം വില്ലന്മാര് തന്നെയാന്ന് തോന്നുന്നു. മൊത്തം വില്ലന്മാരാ തോന്നുന്നു. അതിലേ ഓരോ കൂട്ടം ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് അവർ തമ്മിലുള്ള പ്രശ്നമാണോന്ന് സംശയമുണ്ട്. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ട്രെയിലറിൽ നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇതിന്റെ ബിജിഎം ഒരു രക്ഷയില്ല. വെറൈറ്റി ഭയങ്കര വെറൈറ്റി. അത് ഫിലിം പോണതിനനുസരിച്ചുള്ള പിന്നെ അതിൽ കഥന പൊട്ടുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഒരു എഫക്റ്റിന് നന്നായിട്ട് ആപ്റ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അഭിനയിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പെപ്പെ മാത്രമല്ല, പിന്നെ നമ്മുടെ സാബുമോനുണ്ട്, അർജുൻ അശോകനുണ്ട്, പിന്നെ നമ്മുടെ ഇടുക്കി ജാഫർ ഇടുക്കി. അങ്ങനെ അത്യാവശ്യം നല്ല താരനിരകൾ തന്നെയാണ്. എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം കിട്ടും, അതായത് നമ്മുടെ ജല്ലിക്കെട്ടില് ആ ഒരു ഫീല് തോന്നിയോ? മറ്റേ ആ വയലിലുള്ള സീനൊക്കെ, നൈറ്റിൽ ഓടുന്ന സമയത്ത് സംഭവം, അത് ജല്ലിക്കെട്ടിലെ ലാസ്റ്റ് ഐറ്റം തോന്നുന്നു. പിന്നെ വേറെ ഒന്നുണ്ട്, എനിക്കതിനെ തല്ലണം എന്ന് പറയുന്ന സാധനല്ലേ, എനിക്കതിനെ തല്ലണോ ഇല്ലേ, അത് കമ്മട്ടിപ്പാടം തോന്നുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുണ്ട്, ഒരു വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നില്ലേ ആ ചന്ദ്രൻ നിൽക്കുന്ന സമയത്ത്, അതെനിക്ക് ചുരുളിയിലെ ആ ലാസ്വദീൻ ഉണ്ടല്ലോ ചന്ദ്രനിലേക്ക് ഇത് കോപ്പിടിച്ചെന്നല്ല പറഞ്ഞത്, തോന്നിയ കാര്യം പറഞ്ഞതാണ്. പിന്നെ ഈ ട്രെയിലറിന്റെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതായത് ഈ കൊമ്പന്റെ തുമ്പിക്കൈയിൽ ചാവട്ടിയിട്ട് കറങ്ങി വരുന്ന സീൻ
പിന്നെ പെപ്പന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഭയങ്കര സെലക്റ്റീവ് ആണ് അല്ലെ. അത് അതുകൊണ്ട് തന്നെ സിനിമക്ക് നല്ല പ്രതീക്ഷ നൽകുന്നു. അതെ, തീർച്ചയായിട്ടും പെപ്പെ ആണല്ലോ എന്നുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. പിന്നെ ടിനു പാപ്പച്ചൻ ഒരു രക്ഷയില്ലാത്ത ഡയറക്ടറാണ്. പിന്നെ വേറെ കാര്യം കേട്ടോ, അതായത് പൂരത്തിന്റെ ആ ആവേശം ഉണ്ടല്ലോ, അത് നമുക്ക് ട്രെയിലറിൽ കിട്ടുന്നുണ്ട്. നല്ലപോലെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് പരാജയമായിരുന്നു അല്ലെ. ട്രെയിലർ വിജയം തന്നെയാണ്, ഒരു രക്ഷയില്ല, ഗംഭീരമാണ്. പിന്നെ ഈ സിനിമ വിഷ്വൽസ് എങ്ങനെയുണ്ട്? അതെ, സിനിമ തന്നെ ആകെ ഒരൊറ്റ ദിവസത്തെ അല്ലേ, അതായത് ഒരു പകലും ഒരു രാത്രി. അതെ, ഒരു ദിവസത്തെ കഥയാണ് പറയുന്നത്. അത് ഇതിനുള്ളിൽ ഉൾക്കൊള്ളിച്ച് നമ്മളിപ്പോ ട്രെയിലർ കാണുമ്പോ തന്നെ അതിന്റെ എല്ലാ എഫക്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ വിഷ്വൽസ് ഒക്കെ അപാര വിഷ്വൽസ് ആണ്, രക്ഷയില്ല. എല്ലാരും അതായത് ഒരു കിടൽ ഡയലോഗ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണ്? സാബുമാരുടെ ഡയലോഗാണ്. കയ്യും കാലും ഉണ്ടെങ്കിൽ നീ അങ്ങ് ചെരക്കോടാ എന്ന് കേൾക്കുന്ന ഡയലോഗ് വിളിച്ചില്ലേ? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇത് എല്ലാം ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ തമ്മിലുള്ള ചെറിയ ഇഷ്യൂസും അങ്ങനെ കൊണ്ടുപോകുന്ന സിനിമ. അതെ അതെ അതെ. ഇതില് ആന, അതായത് കൊമ്പനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സിനിമ കഥ കടന്നു പോകുന്നത് അല്ലേ. അപ്പൊ അതില് ഒരുപാട് കൊമ്പന്മാരാണ് നമുക്ക് ഓരോരുത്തരും കൊമ്പന്മാര് തന്നെയാണ്. അതെ, അവരുടെ തമ്മിലുള്ള അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഗജാന്തരം എന്ന് പറയുന്നത്. ആനേനെ തന്നെയാണ് അതിലും പേരിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തം കൊമ്പന്മാര് തന്നെയാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും പടം റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി കാര്യം. എന്തായാലും ട്രെയിലർ മികച്ച ട്രെയിലറാണ്, പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ്. അപ്പം കൂടുതൽ സിനിമകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. ബൈ.